ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ സ്വാഗിദാസ്. നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നോക്കുന്നത് നമ്മുടെ സെറ്റ് സുവോളജി എക്സാമിന് ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ടൈപ്സ് ഓഫ് എഗ്ഗുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻ. നമുക്കറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണിത്. നമ്മുടെ സെറ്റ് സുവോളജി എക്സാമിന് ടൈപ്പ് ഓഫ് എഗ്, അതുപോലെ ടൈപ്പ് ഓഫ് പ്ലാസൻഡ, ടൈപ്പ് ഓഫ് ക്ലീവേജ്, ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ ഡെവലപ്മെന്റൽ ബയോളജിയുമായി ബന്ധപ്പെട്ട് ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ടോപ്പിക് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് എഗ് എന്നുള്ള ടോപ്പിക്കാണ്. ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി മറക്കാതെ നമ്മുടെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യണം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ടൈപ്സ് ഓഫ് എഗ്. ദ മെയിൻ ഫോം ഓഫ് ഫുഡ് റിസർവ് പ്രസന്റ് ഇൻ എഗ് ഇസ് ദി യോക്ക്. നമുക്കറിയാം എഗ്ഗിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫുഡ് റിസർവ് എന്ന് പറയുന്നത് എന്താണ്? യോക്കാണ് അല്ലേ? യോക്കാണ് ഒരു എഗ്ഗിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫുഡ് റിസർവ് എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ യോക്ക് പോർഷൻ ആണ്. ഓക്കെ, ദ യോക്ക് അപ്പിയേഴ്സ് ഇൻ ദ oocytes ഇൻ ദ സെക്കൻഡ് ഫേസ് ഓഫ് ദി എഗ് മെച്ചുറേഷൻ, ദാറ്റ് ഈസ് വിറ്റിലോജനസിസ് പീരീഡ്. അതായത് യോക്ക്, ഒരു എഗ്ഗിനകത്ത് യോക്ക് ഫോം ചെയ്യുന്നത് ഏത് പീരീഡിലാണ്? വിറ്റിലോജനസിസ് പീരീഡിലാണ് യോക്ക് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഒരു എഗ്ഗിനകത്ത് യോക്ക് ഫോം ചെയ്യുന്നത് വിറ്റിലോജനസിസ് പീരീഡിലാണ്. ദെൻ as the main components of proteins, phospholipids and lesser extent neutral fats are present in the yolk of the egg. I repeat, as the main components of the protein, phospholipids and the lesser extent neutral fats are present in the yolk of the egg. Then, eggs are of the various types according to the amount of distribution of yolk and by the pattern of development. Okay, അല്ലെങ്കിൽ amount of yolk, then distribution of yolk and the pattern of development. ഓക്കെ, അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എഗ്ഗ് നമുക്ക് പഠിക്കാനുണ്ട്. ഈ ഒരു ക്ലാസിഫിക്കേഷൻ എഗ്ഗിനെ ഇങ്ങനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ഏതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ്? ഇതിൻ്റെ യോക്കിൻ്റെ എമൗണ്ടിനനുസരിച്ചിട്ട്, അല്ലെങ്കിൽ യോക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ചിട്ട്, അതുമല്ലെങ്കിൽ ഡെവലപ്മെൻറ്റൽ പാറ്റേണിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് വാരിയസ് ടൈപ്സ് ഓഫ് എഗ്ഗായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, എഗ്ഗിനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിലുള്ള യോക്കിൻ്റെ എമൗണ്ടിനനുസരിച്ച് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദെൻ അതിലുള്ള യോക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണോ അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദെൻ പാറ്റേൺ ഓഫ് ഡെവലപ്മെൻ്റ് അടിസ്ഥാനത്തിലും എഗ്ഗിനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ പറയുന്നത് എമൗണ്ട് ഓഫ് യോക്കിൻ്റെ അടിസ്ഥാനത്തിലുള്ള ക്ലാസിഫിക്കേഷനാണ്. ഓക്കെ, യോക്ക്, എത്ര എമൗണ്ട് യോക്ക് അതിലുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എഗ്ഗിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിന് മെയിനായിട്ട് വരുന്നത് അലസിത്താൽ എഗ്ഗും വരുന്നുണ്ട്, അതുപോലെ തന്നെ ലെസിത്താൽ എഗ്ഗും വരുന്നുണ്ട്. ഓക്കെ, അലസിത്താൽ എഗ്ഗ് എന്ന് പറയുമ്പോൾ എഗ് കണ്ടെയ്ൻ ലിറ്റിൽ ഓർ നോ യോക്ക്. ഓക്കെ, വളരെ കുറഞ്ഞ യോക്ക് അല്ലെങ്കിൽ ഒട്ടും യോക്ക് ഇല്ലാത്തൊരവസ്ഥയാണ് അലസിത്താൽ എഗ്ഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇത് സാധാരണയായിട്ട് യൂത്തീരിയൻ മാമൽസിലും ഹ്യൂമൻ എഗ്ഗിലും ഒക്കെയാണ് കണ്ടുവരാറുള്ളത്. എക്സാമ്പിൾസ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. താഴെ ഇതിൽ എക്സാമ്പിൾസ് വെച്ചുകൊണ്ടാണ് നമുക്ക് സാധാരണ ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അലസിത്താൽ എഗ്ഗ് എന്ന് പറയുമ്പോൾ അവിടെ യോക്ക് തീരെ ഉണ്ടാവില്ല. അലസിത്താൽ എഗ്ഗ് കാണുന്നത് യൂത്തീരിയൻ മാമൽസിലും അതുപോലെ തന്നെ ഹ്യൂമൻ ബീങ്സിൻ്റെ എഗ്ഗിലുമാണ് എന്ത് കാണുന്നത്? ഈ ഒരു രീതിയിലുള്ള അലസിത്താൽ എഗ്ഗ് കാണുന്നത്. യോക്ക് ഒട്ടും ഉണ്ടാവില്ല. ദെൻ അടുത്തത് ലെസിത്താൽ എഗ്ഗ് ആണ്. ലെസിത്താൽ എഗ്ഗ് എന്ന് പറയുമ്പോൾ ദി എഗ്ഗ് വിത്ത് ഡിസ്റ്റിങ്ക്റ്റ് എമൗണ്ട് ഓഫ് യോക്ക് ആൻഡ് ലെസിത്താൽ എഗ്സ് ആർ കാറ്റഗറൈസ്ഡ് ആസ് ഫോളോസ്. അതായത് ലെസിത്താൽ എഗ്ഗ് എന്ന് പറയുമ്പോൾ അവിടെ എന്ത് വരുന്നുണ്ട്? യോക്ക് പ്രസന്റ് ആണ്. ലെസിത്താൽ എഗ്ഗിനെ പല രീതിയിൽ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ യോക്കിൻ്റെ എമൗണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ മൈക്രോലെസിത്താൽ, ഫസ്റ്റ് വൺ മൈക്രോലെസിത്താൽ ആണ്. മൈക്രോലെസിത്താൽ എന്ന് പറയുമ്പോൾ പേരിൽ തന്നെ ഉണ്ട് അല്ലേ? എഗ്ഗ് വിത്ത് സ്മോൾ ഓർ ലിറ്റിൽ എമൗണ്ട് ഓഫ് യോക്ക്, അതായത് വളരെ കുറഞ്ഞ എമൗണ്ട് യോക്കാണ് മൈക്രോലെസിത്താൽ എഗ്ഗിൽ ഉണ്ടാവുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് also referred to as oligoleциtal egg. ഓക്കെ, നോട്ട് ചെയ്യണം, മൈക്രോലെസിത്താൽ എഗ് ഇറ്റ് ഈസ് ഓൾസോ referred to as oligoleциtal egg. ദെൻ എക്സാമ്പിൾസ് ഏതൊക്കെയാണ് വരുന്നത്? എക്കൈനോഡേംസ്, ദെൻ യൂറോകോഡേറ്റ്സ്, ആംഫിയോസസ്. എക്കൈനോഡേംസ്, യൂറോകോഡേറ്റ്സ്, ആംഫിയോക്സസ് ഒക്കെയാണ് ഇതിന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ മൈക്രോലെസിത്താൽ എഗ് എന്ന് പറയുമ്പോൾ എഗ്സ് വിത്ത് സ്മോൾ ഓർ ലിറ്റിൽ എമൗണ്ട് ഓഫ് യോക്കാണ്. വളരെ കുറഞ്ഞ എമൗണ്ട് യോക്ക് ഇതിൽ ഉണ്ടാവുന്നുള്ളൂ. ദെൻ ഇറ്റ് ഈസ് ഓൾസോ റെഫേർഡ്സ് ടു ആസ്
ഒലിഗോലെസിത്താൽ എഗ്. ഓക്കെ അല്ലേ? ഇനി ഇതിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ് വരുന്നത്? എക്കൈനോഡേംസ്, ദെൻ യൂറോകോഡേറ്റ്സ്, ആംഫിയോക്സിസ്. നോട്ട് ചെയ്യണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അടുത്ത ഒരു ടൈപ്പാണ് ലെസിത്താൽ എഗിന്റെ മറ്റൊരു ടൈപ്പാണ് മീസോലെസിത്താൽ ഓർ മീഡിയോലെസിത്താൽ എഗ്. മീസോലെസിത്താൽ ഓർ മീഡിയോലെസിത്താൽ എഗ്. The eggs with moderate amount of yolk. The eggs with moderate amount of yolk. Moderate amount of yolk ആണ് ഇതിൽ ഉണ്ടാവുക. ഇതിന് എക്സാമ്പിൾസ് പഠിച്ചു വെക്കണം. മൊളസ്ക്, ആംഫിബിയൻസ്, അതുപോലെ തന്നെ ഡിപ്നോയ് ആൻഡ് പെട്രോമൈസോൺ. ഇതിലെല്ലാം കാണുന്നത് മീസോലെസിത്താൽ എഗ് ആണ്. ഓക്കെ ആണല്ലോ? ഇനി അടുത്തത് മാക്രോലെസിത്താൽ എഗ് ആണ്. പേരിൽ പറഞ്ഞ പോലെ തന്നെ കുറച്ചധികം എമൗണ്ട് യോക്ക് ഇതിൽ പ്രസന്റ് ആയിരിക്കും. ഈ ഒരു മാക്രോലെസിത്താൽ എഗ്ഗിനെ മെഗാലെസിത്താൽ എഗ് എന്ന് കൂടി പറയാറുണ്ട്. മാക്രോലെസിത്താൽ എഗ്, ഇറ്റ് ഈസ് ഓൾസോ റെഫർ ടു ആസ് മെഗാലെസിത്താൽ എഗ് എന്ന് കൂടി പറയാറുണ്ട്. കാരണം ഇതിൽ കുറച്ചുകൂടി അധികം എമൗണ്ട് യോക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഓക്കെ അല്ലേ? ഇനി these are the eggs with large amount of yolk and it is occupied almost the entire part of the egg and the cytoplasm remains at the top. അതായത് എഗ്ഗിന്റെ മുഴുവൻ ഭാഗങ്ങളിലായിട്ടും നമുക്ക് യോക്ക് കാണാൻ സാധിക്കും. ഓക്കെ, കുറച്ചല്ല ഉള്ളത്, ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ യോക്ക് എഗ്ഗിന്റെ മുഴുവൻ ഭാഗങ്ങളിലായിട്ടും കാണാൻ സാധിക്കുന്നു. ഇതിന് എക്സാമ്പിൾസ് വരുന്നത് ബോണി ഫിഷസും, റെപ്റ്റൈൽസ്, ബേർഡ്സ്, പ്രോട്ടോതേറിയൻസ് ഒക്കെ നമുക്ക് മാക്രോലെസിത്താൽ എഗ് ആണ് അവരിലൊക്കെ കാണുന്നത്. ഓക്കെ, മാക്രോലെസിത്താൽ എഗ് എന്ന് പറയുമ്പോൾ കൂടുതൽ എമൗണ്ട് യോക്ക് ഉണ്ടായിരിക്കും. മെഗാലെസിത്താൽ എഗ് എന്ന് കൂടി ഇതിനെ പറയുന്നു. ദെൻ മറ്റൊരു പോയിന്റ്, അതിൽ എഗ്ഗിന്റെ എല്ലാ ഭാഗങ്ങളിലുമായിട്ട് ഈ ഒരു യോക്ക് കണ്ടുവരുന്നുണ്ട്. ഓക്കെ, ദെൻ എക്സാമ്പിൾസ് ഏതൊക്കെയാ പറഞ്ഞേ? ബോണിഫിഷസ്, റെപ്റ്റൈൽസ്, ബേർഡ്സ്, ദെൻ പ്രോട്ടോതേറിയൻസ്. ഇത്രയും എന്തിന് എക്സാമ്പിൾസ് ആണ്? നമ്മുടെ മാക്രോലെസിത്താൽ അല്ലെങ്കിൽ മെഗാലെസിത്താൽ എഗ്ഗിന് എക്സാമ്പിൾസ് ആണ്. ദെൻ അടുത്തതായി പറയുന്നത് നമുക്ക് എഗ്ഗിന്റെ മറ്റൊരു രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. ഇതുവരെ നമ്മൾ പറഞ്ഞത് എഗ്ഗിൽ യോക്കിന്റെ എമൗണ്ടിനനുസരിച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ് അല്ലേ? ഇനി നമ്മൾ പറയാൻ പോകുന്നത് യോക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ്, എഗ്ഗിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. ഓക്കെ, യോക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ചിട്ടുള്ള എഗ്ഗിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത്. നോക്കാം. എഗ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3 types based on the distribution of yolk. യോക്ക് എങ്ങനെയാണോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്, ഒരു എഗ്ഗിനകത്ത് എങ്ങനെയാണോ യോക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇതിനെ 3 ടൈപ്പ് എഗ് ഉണ്ട്. ഫസ്റ്റ് വൺ ഏതാണ്? ഹോമോലെസിത്താൽ ഓർ ഐസോലെസിത്താൽ എഗ് ആണ്. ഓക്കെ, ഹോമോലെസിത്താൽ ഓർ ഐസോലെസിത്താൽ എഗ്. ദ യോക്ക് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ദ സൈറ്റോപ്ലാസം. എഗ്ഗിൻ്റെ സൈറ്റോപ്ലാസത്തിലെ യോക്ക് യൂണിഫോം ആയിട്ട് ഒരുപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് കാണുന്നത്. വെജിറ്റൽ പോൾ, ആനിമൽ പോൾ ആൻഡ് ഇക്വറ്റോറിയൽ റീജിയൻ, ഈ എല്ലാ ഭാഗങ്ങളിലും ഒരുപോലെ യോക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് കാണാൻ സാധിക്കുന്നു. ഇൻ സച്ച് എഗ് ക്ലീവേജ് ഈസ് ഡീപ്പർ. ഈ ഒരു ഹോമോലെസിത്താൽ അല്ലെങ്കിൽ ഐസോലെസിത്താൽ എഗ്ഗിൻ്റെ കേസിൽ ക്ലീവേജ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഡീപ്പർ ആയിട്ടുള്ള ക്ലീവേജ് ആണ്. സോ ഓൾ മൈക്രോലെസിത്താൽ എഗ് എക്സിബിറ്റ് ഐസോലെസിത്താൽ. ആൻഡ് എക്സാമ്പിൾസ് ഏതൊക്കെയാണ് വരുന്നത് ഇതിന്? എക്കൈനോഡേംസ്, യൂറോകോഡേറ്റ്സ്, ആംഫിയോക്സസ് ഒക്കെ ഇതിന് എക്സാമ്പിൾസ് ആയിട്ട് പറയാൻ സാധിക്കും. ഓക്കെ, ഹോമോലെസിത്താൽ എഗ് അല്ലെങ്കിൽ ഐസോലെസിത്താൽ എഗിന് എക്സാമ്പിൾസ് ആണ് എക്കൈനോഡേംസ്, യൂറോകോഡേറ്റ്സ്, ആംഫിയോക്സസ്. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് ഹെറ്ററോലെസിത്താൽ എഗ് ആണ്. ഹെറ്ററോലെസിത്താൽ എഗ്. Yolk is unevenly distributed in the cytoplasm of the egg and they are divided on the pattern of yolk distribution. അതായത് ഇവിടെ ഹെറ്ററോലെസിത്താൽ എഗ്ഗിൻ്റെ കേസിൽ യോക്ക് പല രീതിയിലാണ്, ഒരുപോലെയല്ല. ഈ സൈറ്റോപ്ലാസത്തിൽ യോക്ക് പല രീതിയിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. and they are divided into the pattern of yolk distribution such as first one is ടീലോലെസിത്താൽ. ഹെറ്ററോലെസിത്താൽ എഗ്ഗ് എന്ന് പറയുമ്പോൾ ഇതിൽ യോക്ക് പല രീതിയിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്, യൂണിഫോംലി അല്ല, പല രീതിയിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈ എഗ്ഗിൻ്റെ സൈറ്റോപ്ലാസത്തിൽ യോക്ക് പല രീതിയിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഇതിലൊരു ടൈപ്പാണ് ടീലോലെസിത്താൽ എഗ്ഗ്. ഹെറ്ററോലെസിത്താൽ എഗ്ഗിൻ്റെ ഒരു ടൈപ്പാണ് ടീലോലെസിത്താൽ എഗ്ഗ്. നോക്കാം. ദ എഗ്സ് യോക്ക് കോൺസെൻട്രേറ്റഡ് ഹൈലി ടുവേർഡ്സ് ദ വെജിറ്റൽ പോൾ. ദ കോൺസെൻട്രേഷൻ ഓഫ് യോക്ക് ഈസ് സ്മോളസ്റ്റ് അറ്റ് ദ ആനിമൽ പോൾ. അതായത് ടീലോലെസിത്താൽ എഗ്ഗ് എന്ന് പറയുമ്പോൾ വെജിറ്റൽ പോളിൽ കുറച്ചുകൂടി ഹൈലി കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി അധികം യോക്ക് നമുക്ക് ഈ ഒരു വെജിറ്റൽ പോളിലായിട്ട് കാണാൻ സാധിക്കും. ആൻഡ് ദ കോൺസെൻട്രേഷൻ ഓഫ് യോക്ക് ഈസ് സ്മോളസ്റ്റ് അറ്റ് ദി ആനിമൽ പോൾ. എന്നാൽ ആനിമൽ പോൾ, ഒരു എഗ്ഗിൻ്റെ വെജിറ്റൽ പോളിൽ കൂടുതൽ യോക്ക് കാണുന്നു, ആനിമൽ പോളിൽ വളരെ കുറവ് യോക്ക് കാണുന്നു. ഇത്തരം എഗ്ഗിനെയാണ് നമ്മൾ ടീലോലെസിത്താൽ എഗ്ഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദ എമൗണ്ട് ഓഫ് യോക്ക് ഈസ്
so massive that it occupies almost all the vegetal pole, and the active cytoplasm and germinal vesicles or nucleus remain confined to a small cap at the animal pole. So, mesolecithal and macrolecithal eggs exhibit the telolecithal. അതായത് മീസോലെസിത്താലും അതുപോലെ തന്നെ മാക്രോലെസിത്താലും ഏതിൽ വരും? ടീലോലെസിത്താൽ എഗ്ഗിൽ വരും. ഓക്കെ, ഫിഷസ്, ആംഫിബിയൻസ്, റെപ്റ്റൈൽസും ബേർഡ്സും ഒക്കെ ഇതിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ടീലോലെസിത്താൽ എഗ്ഗിൻ്റെ പ്രത്യേകത എന്താണ്? The egg's yolk concentrated highly towards the vegetal pole and the concentration of yolk is smallest at the animal pole. ഓക്കെ, ആനിമൽ പോളിൽ യോക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്തായിരിക്കും? വളരെ കുറഞ്ഞ രീതിയിലേ ഉണ്ടാവൂ. എന്നാൽ വെജിറ്റാൽ പോളിൽ, ഒരു എഗ്ഗിൻ്റെ വെജിറ്റാൽ പോളിൽ യോക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കുറച്ച് അധികമായിട്ട് കാണുന്നു. ഓക്കെ, ഇനി ടിലോലെസിത്താൽ എഗ്ഗിന് എക്സാമ്പിൾസ് കൂടി നോട്ട് ചെയ്യണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫിഷസ്, ആംഫിബിയൻസ്, റെപ്റ്റൈൽസ്, ബേർഡ്സ്, ഇതെല്ലാം എന്താണ് കാണിക്കുന്നത്? ടീലോലെസിത്താൽ എഗ്ഗാണ് ഇവർ കാണിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി മറ്റൊരു ടൈപ്പാണ്, അതായത് നമ്മളിവിടെ പറഞ്ഞു ഹെറ്റിറോലെസിത്താൽ എഗ്ഗിൻ്റെ ആദ്യത്തെ ഒരു ടൈപ്പാണ്, അതിൽ വരുന്ന സബ് ഡിവിഷൻസിൽ ആദ്യത്തെ ടൈപ്പാണ് ടീലോലെസിത്താൽ എഗ്ഗ്. രണ്ടാമത്തെ ടൈപ്പാണ് സെൻട്രോലെസിത്താൽ എഗ്ഗ്. സെൻട്രോലെസിത്താൽ എഗ്ഗ് നോക്കാം നമുക്ക്. ദ എഗ് ഹാസ് ഇറ്റ് യോക്ക് ഇൻ ദ സെൻറ്റർ വിത്ത് സൈറ്റോപ്ലാസം സറൗണ്ടിങ് ഇറ്റ്. അതായത് സെൻട്രൽ പോർഷനിൽ, ഒരു എഗ്ഗിൻ്റെ സെൻട്രൽ പോർഷനിലായിട്ട് യോക്ക് കാണുന്നുണ്ടെങ്കിൽ അത്തരം എഗ്ഗിനെയാണ് സെൻട്രോലെസിത്താൽ എഗ്ഗ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾസ് ഇൻക്ലൂഡ്സ് ദ ഇൻസെക്ട് എഗ്ഗ്. ഇൻസെക്റ്റുകളുടെ എഗ്ഗ് ഇതിന് എക്സാമ്പിളാണ്. ഇനി പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ദ ഷെല്ലിൻ്റെ അടിസ്ഥാനത്തിലും നമുക്ക് എഗ്ഗിനെ ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, ഷെല്ല് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലും നമുക്ക് എഗ്ഗിനെ ക്ലാസിഫൈ ചെയ്യാം. ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു 2 ഓൺ ദ ബേസിസ് ഓഫ് പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ഷെൽ. പ്രസൻസ് ഓഫ് ആബ്സെൻസ് ഓഫ് ഷെല്ലിൻ്റെ അടിസ്ഥാനത്തിൽ എഗ്ഗിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ടൈപ്പാണ് ക്ലിഡോയിക് എഗ്ഗ് എന്ന് പറയുന്നത്. നോക്കാം. ക്ലിഡോയിക് മീൻസ് സീൽഡ് ബോക്സ് ഇൻ ലാറ്റിൻ. ക്ലിഡോയിക് എന്ന് പറഞ്ഞാൽ ലാറ്റിൻ ഭാഷയിൽ സീൽഡ് ബോക്സ് എന്നാണ് മീനിങ് വരുന്നത്. ദ എഗ്സ് ആർ ലേഡ് ഓൺ ഡ്രൈ ആൻഡ് ലാൻഡ്, മസ്റ്റ് ബി പ്രൊട്ടക്റ്റഡ് വാൾ, ഹെൻസ് ദേ ആർ ലെതറി കോഡ്സ് ഓർ ഹാർഡ് ഷെൽസ് കവേർഡ് ബൈ ദ കാൽക്കേരിയസ് ഷെൽ. എക്സാമ്പിൾ റെപ്റ്റൈൽസ് ആൻഡ് ബേർഡ്സ്. അതായത് സാധാരണയായിട്ട് റെപ്റ്റൈൽസിൻ്റെ കേസിലും ബേർഡ്സിൻ്റെ കേസിലും ഒക്കെ കാണുന്നത് ക്ലിഡോയിക് എഗ്സ് ആണ്. അതായത് ഷെല്ലുള്ള, കുറച്ച് കാൽക്കേരിയസ് ആയിട്ടുള്ള ഷെല്ല് പ്രസൻ്റ് ആയിട്ടുള്ള എഗ്ഗിനെയാണ് ക്ലിഡോയിക് എഗ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിഡോയിക് എഗ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാൽക്കേരിയസ് ആയിട്ടുള്ള, കാൽഷ്യം കാർബണേറ്റ് കൊണ്ട് നിർമ്മിച്ച അഥവാ കാൽക്കേരിയസ് ആയിട്ടുള്ള ഷെല്ലുള്ള ഓർഗാനിസംസ് ഉണ്ട്. അതായത് റെപ്റ്റൈൽസ്, ബേർഡ്സ് ഒക്കെ ഇതിന് എക്സാമ്പിളായിട്ട് പറയാം. ഓക്കെ, റെപ്റ്റൈൽസിലും ബേർഡ്സിലും ഒക്കെ കാൽഷ്യം കാർബണേറ്റ് അല്ലെങ്കിൽ കാൽക്കേരിയസ് ഷെല്ല് അതിൻ്റെ എഗ്ഗിൻ്റെ ചുറ്റുമായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള എഗ്ഗിനെയാണ് ക്ലിഡോയിക് എഗ്ഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഷെല്ലില്ലാത്ത ടൈപ്പ് എഗ്ഗ് ആണെങ്കിൽ അതിനെ നോൺ ക്ലിഡോയിക് എഗ്സ് എന്ന് പറയും. ഓക്കെ, ഇനി അക്വാട്ടിക് ആനിമൽസ്. സാധാരണയായിട്ട് അക്വാട്ടിക് ആനിമൽസിൻ്റെ കേസിൽ, ജലജീവികളുടെ കേസിൽ ലൈക്ക് ഫിഷസ് ആൻഡ് ആംഫിബിയൻസ് ലേ ദെയർ എഗ് ഇൻ വാട്ടർ. ഇവരുടെ എഗ്ഗ് വാട്ടറിലേക്കാണ് ലേ ചെയ്യുന്നത്. ആൻഡ് ദർ ആർ നോട്ട് ഹാവിങ് ഹാർഡ് കവറിങ് ഷെൽ എക്സെപ്റ്റ് ദ ജെല്ലി കോട്ട്. ആ എഗ്ഗിന് ചുറ്റുമായിട്ട് ഒരു ജെല്ലി കോട്ട് മാത്രമേ ഉണ്ടാവൂ, അവിടെ ഒരു കവറിംഗ് ഒന്നും ഉണ്ടായിരിക്കില്ല. ആൻഡ് ദിസ് ടൈപ്പ് ഓഫ് എഗ് ഈസ് ഓൾസോ ലേഡ് ബൈ ദ ആനിമൽസ് ഇൻ ഹൂസ് ദ ഡെവലപ്മെൻറ്റ് ഈസ് ഇൻറ്റേർണൽ. സാധാരണയായിട്ട് ഇൻറ്റേർണൽ ഡെവലപ്മെൻറ്റ് കാണുന്നവരുടെ എഗ്ഗിലെയാണ് നോൺ ക്ലിഡോയിക് എഗ്സ് സാധാരണയായിട്ട് കണ്ടുവരാറുള്ളത്. എക്സാമ്പിൾ മാമൽസ്. ഓക്കെ, മാമൽസിൽ കാണുന്നത് ഇത് ടൈപ്പാണ്, നോൺ ക്ലിഡോയിക് എഗ്സ് ആണ് മാമൽസിൽ കാണുന്നത് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. ഓക്കെ ആണല്ലോ. അപ്പോൾ അടുത്ത ഒരു ടൈപ്പാണ് ഇതിൻ്റെ പാറ്റേൺ ഓഫ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ടൈപ്സ് ഓഫ് എഗ് എന്ന് പറയുമ്പോൾ അതിൽ യോക്കിൻ്റെ എമൗണ്ടിനനുസരിച്ച് എഗ്ഗിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, യോക്ക് ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ച് എഗ്ഗിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ഷെല്ലിൻ്റെ അടിസ്ഥാനത്തിൽ എഗ്ഗിനെ ക്ലാസിഫൈ ചെയ്തു. ഇനി ലാസ്റ്റ് വൺ ആണ് പാറ്റേൺ ഓഫ് ഡെവലപ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ എഗ്ഗ് എങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് നോക്കാം. സോ eggs are divided into 2 types on the basis of pattern of development. ഓക്കെ, പാറ്റേൺ ഓഫ് ഡെവലപ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ എഗ്ഗിനെ 2 ടൈപ്പായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. സോ ദ ഫസ്റ്റ് വൺ ഈസ് മൊസൈക്ക് ഓർ ഡിറ്റർമിനേറ്റ് എഗ്ഗ്. ഇതാണ് മൊസൈക്ക് ഓർ ഡിറ്റർമിനേറ്റ് എഗ്ഗ്. ഈച്ച് ഓഫ് ദ സെൽസ് ഫോംഡ് ബൈ ക്ലീവേജ് ഫറൂസ് ഇൻ ദ ബ്ലാസ്റ്റുല ഹാസ് എ ഡിറ്റർമൈൻഡ് ഫേറ്റ് in adult organism. I repeat, each of the cells formed by cleavage furrow in the blastula has a determined fate in adult organisms.
If a particular portion, such as one or more cells of the egg, is removed, the developing embryo will be lacking in a particular organ. And the cell fate is mosaic eggs are the cell fate in mosaic eggs are fixed or predetermined. ഇതിന് എക്സാമ്പിൾസ് വരുന്നത് മൊസൈക്ക് അല്ലെങ്കിൽ ഡിറ്റർമിനേറ്റ് എഗ്സിന് എക്സാമ്പിൾസ് വരുന്നത് പോളിക്ലാഡ്സ്, അനലിഡ്സ്, മൊളസ്ക്, അസിഡിയൻസ് ഒക്കെയാണ്. ഓക്കെ, മൊസൈക്ക് ഓർ ഡിറ്റർമിനേറ്റ് എഗ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈച്ച് ഓഫ് ദ സെൽസ് ഫോം ബൈ ദ ക്ലീവേജ് ഫറോ ഇൻ ദ ബ്ലാസ്റ്റുല ഹാസ് എ ഡിറ്റർമൈൻഡ് ഫേറ്റ് ഇൻ അഡൾട്ട് ഓർഗാനിസം. ഓക്കെ, ഇതിന് എക്സാമ്പിൾസ് കൂടി കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. പോളിക്ലാഡ്സ്, അനലിഡ്സ്, മൊളസ്ക്, അസിഡിയൻസ്. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾസും എല്ലാവരും കൃത്യമായിട്ട് പഠിക്കണം. നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യണം. നമ്മുടെ സെറ്റ് എക്സാമിന് വേണ്ടിയുള്ള നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ വളരെ നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്കിനി വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. അപ്പോൾ അടുത്ത HSST എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് ഉടൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന് മുന്നേ ആയിട്ട് ഈ ഒരു സെറ്റ് എക്സാം ആണ് നമുക്ക് ഉള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കി എല്ലാവരും കൃത്യമായിട്ട് പഠിക്കുക. നമ്മുടെ കോമ്പറ്റിറ്റീവ് ക്രാക്കറിൽ സെറ്റ് അസ്ത്ര ടീം 90 ഡേയ്സിൻ്റെ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബാച്ചിൽ അഡ്മിഷൻ എടുക്കുന്നതിന് വേണ്ടി സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ കോഴ്സിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ റെക്കോർഡഡ് ആയിട്ട് നമ്മുടെ കണ്ടന്റുകളെല്ലാം തന്നെ റെക്കോർഡഡ് ആയിട്ടുള്ള വീഡിയോ ക്ലാസ്സുകളും PDF നോട്ട്സും ടെസ്റ്റ് സീരീസും PYQ ഡിസ്കഷൻസും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇതോടൊപ്പം തന്നെ ഓരോ യൂണിറ്റിൽ നിന്നും ഇതുവരെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ പോയിന്റ്സും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വീക്ക്ലി 2 ലൈവ് സെഷൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നതിനായി ഉടൻ കോൺടാക്ട് ചെയ്യുക. ഈ ഒരു സെഷൻ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക്